രാഷ്ട്രീയം ഉപജീവനമാക്കരുത്. തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ്. പക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ ചാനലിലെ UAE ബിസിനസ് നിയന്ത്രിക്കുന്ന അവിടുത്തെ മാനേജർക്ക് പോലും 10,000 UAE ദിർഹത്തിൽ താഴെ മാത്രമേ വരുമാനമുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ആ സാഹചര്യത്തിലാണ് അവിടെ പർച്ചേസിംഗ് മാനേജറായിട്ടും സെയിൽസ് മാനേജറായിട്ടും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് 22,000 UAE ദിർഹം ട്രാവൽ അലവൻസ് അടക്കം ശമ്പളം ലഭിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതിലും വിചിത്രമായി തോന്നിയത് അതൊരു പാർട്ട് ടൈം ജോബാണെന്ന് പറഞ്ഞതിലാണ്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ വിസ കാർഡിൽ കിടക്കുന്നത് അവിടെ ഫുൾ ജോബ് വിസയാണ് കിടക്കുന്നത്. ഫുൾ ജോബ് വിസയാണ് എംപ്ലോയ്മെന്റ് കാർഡിലുള്ളത്. പാർട്ട് ടൈം ആണെന്ന് പറയുന്നു. പാർട്ട് ടൈം ജോലിക്ക് 22,000 UAE ദിർഹം എന്ന് പറഞ്ഞ അമ്പടാ എന്നേ പറയാനുള്ളൂ. എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല. അല്ല, അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാൻ ചോദിക്കട്ടെ, കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോ നിങ്ങൾ അതൊക്കെ ഞാനും കമ്പനി തമ്മിൽ പല ടേംസും ഉണ്ടാവും. ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ UAE ആസ്ഥാനം എവിടെയാണ്? ഉണ്ടോ അങ്ങനെ രാഷ്ട്രീയക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് വിദേശത്തുള്ള ഈ ജോലിയെ കുറിച്ച് പുറം ലോകം അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ എന്താ? സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ അഡ്വക്കേറ്റ് എന്നുള്ളതാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എനിക്ക് ദുബായ് വിസ മാത്രമല്ല, എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട്, എനിക്ക് UK വിസ ഉണ്ട്, കാനഡ വിസ ഉണ്ട്. അവിടങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമർ അല്ല. എന്താ സംശയം? കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം. പാർട്ട് ടൈം ജോലിക്ക് 22,000 UAE ദിർഹം എന്ന് പറഞ്ഞ അമ്പടാ എന്നേ പറയാനുള്ളൂ. ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. താങ്ക് യു.